കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. നീയും ഞാനും ദേ വരുന്നു. ഈ വരുണും പാവ ആൾക്കാരാണെന്ന് നമ്മളോട് തന്നെ പറയണം. അല്ലേടാ വരുണേ? ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. അല്ല ചേച്ചി, ഞാൻ എത്ര പാവാന്ന് ഈ വരുണേട്ടന് നന്നായിട്ട് അറിയാം. ഓം നമ ശിവായ. എന്നാ ഞാനും പോട്ടെ വരുണേ. ഞാൻ ഓർമ്മ മാളവിക, മാളവിക, ഓർമ്മളേ. ഓം നമ ശിവായ. അയ്യോ, രണ്ടാളും പോയല്ലോ. അയ്യോ ശിവ ശിവ, ഈ രണ്ടാളും കൂടി എന്റെ ചരിത്രം നഷ്ടപ്പെടുത്തൂലോ. എന്തൊക്കെ മോഹങ്ങളാണ്. പക്ഷെ ഈ സന്യാസം എന്നെ തടയുന്ന ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്റെ ഈശ്വര. ഞാനൊന്ന് ഈ സന്യാസം അവസാനിപ്പിക്കട്ടെ. ഇന്റെ മഹാദേവ. ഓം നമ ശിവായ, നമ ശിവായ, നമ ശിവായ. മനസ്സ് ചാഞ്ചല്യപ്പെടാണല്ലോ. നമ ശിവായ, നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. സൂക്ഷിക്കണേ മോളെ, അച്ഛൻ ഇറങ്ങുക. ആഹാ, രാമൻ എപ്പോഴാ വന്നേ? വന്നിട്ട് കുറച്ചേരായി ഓർമ്മ. ദേവനെ മോളെയൊക്കെ അല്ല, ജാനകിയുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് വന്നതാ. ഞാൻ രാമേട്ടനെ അങ്ങോട്ട് വിളിച്ച് സംസാരിക്കാൻ ഇരിക്കുവായിരുന്നു. അപ്പോഴേക്കും ആളിങ്ങെത്തിയല്ലോ. രാമേട്ടൻ ദേവനോട് സംസാരിച്ചോ? ഇല്ല കൗസല്യേ, പുറത്തു പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അവൻ ഇപ്പൊ തന്നെ വരും. വന്ന ശേഷം രാമേട്ടൻ അവനോടൊന്ന് സംസാരിക്കണം. എന്തിനെ കുറിച്ചാ കൗസല്യേ? വൈദേഹിയെ കുറിച്ച് തന്നെ. ഓം നമ ശിവായ. കാര്യങ്ങൾ രാമേട്ടനും അറിയുന്നതല്ലേ. വൈദേഹി മരിച്ചു പോയില്ലേ? പോലീസ് അന്വേഷണം നടത്തി സ്ഥിരീകരിക്കുകയും ചെയ്തു. രാമേട്ട, നമ്മുടെ മക്കളെ നഷ്ടപ്പെട്ട ആ വേദന സഹിക്കാനാവില്ല. പക്ഷെ ഇല്ലാത്തൊരാളുണ്ടെന്ന് വെച്ച് ജീവിക്കുന്നത് അതിനേക്കാൾ സങ്കടമല്ലേ രാമേട്ട? ഇപ്പൊ എന്റെ മോന്റെ അവസ്ഥ അതാണ് രാമേട്ട. വൈദേഹി മരിച്ചു പോയിന്നുള്ള സത്യം അവനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുക്ക. ഒരച്ഛൻ എങ്ങനെ അതിന് സാധിക്കുക കൗസല്യേ? പോലീസുകാര് പറഞ്ഞത് കൊണ്ട് മാത്രം അത് സത്യമാണോന്നുണ്ടോ? ദേവൻ പറയുന്നതാണ് സത്യമെങ്കിലോ, വൈദേഹി ജീവനോടെ ഉണ്ടെങ്കിലോ? ഇത് കേട്ട് മടുത്തൊന്നും മതിയാക്കുന്നുണ്ടോ? വയ്യ. അങ്ങനെ ഇങ്ങനെയൊക്കെ വിചാരിച്ചോണ്ടിരുന്ന അവന്റെ ജീവിതം വെറുതെ ആയി പോയില്ല അമ്മേ. ഊഹങ്ങളല്ല ജീവിതം, വാസ്തവം അറിഞ്ഞ് ജീവിക്കണം. ദേവൻ വന്നല്ലോ. വാ മോനെ, വാ. ഒന്ന് പറഞ്ഞു കൊടുക്ക് രാമേട്ട. ഞാൻ എന്തേലും പറഞ്ഞ വൈദേഹിയോടുള്ള ദേഷ്യമാണെന്ന് അവൻ കരുതൂ. രാമേട്ടന്റെ മോളല്ലേ, അതുകൊണ്ട് രാമേട്ടൻ പറയുന്നത് അതിന്റെ ശരി. പറയൂ രാമേട്ട. എന്താ ഇവിടുത്തെ പ്രശ്നം? എന്തിനെ കുറിച്ച് അച്ഛൻ പറയണോന്നാ? വൈദേഹിയെ കുറിച്ചല്ലാതെ വേറെന്തിനെ കുറിച്ച്? അവള് മരിച്ചുപോയെന്ന് ഞങ്ങള് പറഞ്ഞപ്പോ നീ എന്ത് ചെയ്താ വിശ്വസിക്കുന്നില്ലല്ലോ. അപ്പൊ വൈദേഹിയുടെ അച്ഛൻ പറഞ്ഞാലെങ്കിലും നീ വിശ്വസിക്കുമെന്ന് നോക്കാനാ? അല്ല, നിങ്ങളുടെ മനസ്സിലൊക്കെ എന്താ വിചാരം? എത്ര തവണ ഞാൻ പറഞ്ഞതാ, എന്നിട്ട് മനസ്സിലാവില്ലെന്ന് വെച്ചാ? എന്ത് കാര്യത്തിനാ പിന്നെ ആ പല്ലവി തന്നെ ആവർത്തിക്കുന്നേ? എന്താ അച്ഛാ ഇത്?
ഇവർ ഓരോന്ന് പറയുന്നത് കേട്ട് അച്ഛൻ എന്തിനാ ഇറങ്ങി പുറപ്പെടുന്നേ? വൈദേഹി മരിച്ചു എന്ന് അച്ഛനും വിശ്വസിക്കുന്നുണ്ടോ ഇപ്പോ? എന്താ വിശ്വസിക്കാത്തെ? നീ ഒഴിച്ച് ഈ ലോകത്തുള്ള എല്ലാവരും വിശ്വസിക്കുന്നത് വൈദേഹി മരിച്ചു പോയി തന്നെയാ. വിശ്വസിക്കുന്നത് പോട്ടേന്ന് വെക്കാം. അതുകൊണ്ട് നിനക്ക് നഷ്ടമൊന്നും ഇല്ലെങ്കിലും പാതിരാത്രിക്ക് വൈദേഹിന്ന് വിളിച്ചോണ്ട് റോഡിൽ ഇറങ്ങി നടക്കുമല്ലേ നീ? ഇങ്ങനെ തുടങ്ങി നിനക്ക് വല്ല ഭ്രാന്തം പിടിക്കൂടാ. വൈദേഹി ഇല്ലെന്നുള്ള സത്യം നീ അംഗീകരിച്ചേ പറ്റൂ. എന്നാലും ഞങ്ങൾക്ക് സമാധാനാവൂ. നിങ്ങളുടെ മനസമാധാനത്തിന് വേണ്ടി ജീവിച്ചിരിക്കുന്ന ഒരാളെ കൊല്ലരുത് കൗസല്യ. ദേവന്റെ മനസ്സിലെ വിശ്വാസമാണ് സത്യം. വൈദേഹി ജീവനോടെ ഉണ്ട്. ഓം നമ ശിവായ. വൈദേഹി ജീവിച്ചിരിപ്പുണ്ടെന്നോ? എന്താ രാമേട്ടനീ പറയുന്നേ? അവള് മരിച്ചത് അവൻ വിശ്വസിക്കാത്തത് പോലെ മകള് മരിച്ചത് നിങ്ങളും വിശ്വസിക്കുന്നില്ലെന്നാ? നിങ്ങളും അവന്റെ പോലെ ഭ്രാന്തനായി എന്നാണോ? ഇത് ഭ്രാന്തല്ല കൗസല്യ, സത്യം. എന്റെ മോള് വൈദേഹിയെ ഞാൻ കണ്ടതാണ്. അവളോട് സംസാരിച്ചതാണ്. സത്യമായിട്ട് അച്ഛൻ അവളെ കണ്ടോ? എവിടെയുണ്ട് വൈദേഹി? എവിടെയാ ഉള്ളത്? അവൾ എന്താ പറഞ്ഞേ? അവൾ എന്തുകൊണ്ടാ ഇവിടേക്ക് വരാത്തത്? പറയച്ച. വൈദേഹി എന്തുകൊണ്ടാ എന്റെ അടുത്തേക്ക് വരാത്തത്? പറയച്ച പ്ലീസ്. വൈദേഹി എവിടെയുള്ളതെന്ന് പറ. എനിക്ക് അവളെ കാണണം. വൈദേഹി എവിടെയാന്ന് പറയച്ച. എന്നോട് മാത്രം ഒന്ന് പറയച്ച പ്ലീസ്. കണ്ടില്ലേ രാമേട്ട? കണ്ടില്ലേ അവന്? ആ പേര് കേട്ട അവൻ ഭ്രാന്തന്റെ പോലെയാവും. നിങ്ങൾ അച്ഛനും മോളും കൂടി ചേർന്ന് എന്റെ മോനെ ഭ്രാന്തരാക്കാനുള്ള ശ്രമമാണ് ഇത്. കണ്ടു എന്നല്ലേ രാമേട്ടൻ പറഞ്ഞത്? എന്നിട്ട് എവിടെ? ഇങ്ങോട്ട് വരാൻ പറ. വരാൻ പറ, ഞാനൊന്ന് കാണട്ടെ. ഉണ്ടായിട്ട് വേണ്ടേ അമ്മ ഇങ്ങോട്ട് വരാൻ?
ദേവൻ മാത്രമാന്നാ കരുതിയത്. ഭാവൻ ചെറിയച്ഛൻ ദേവന്റെ അപ്പുറത്തെ പ്രാന്തിലാണല്ലോ. വൈദേഹി ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ദേവന്റെ കല്യാണത്തിന്റെ അന്ന് ഇവിടെ എത്തേണ്ടതല്ലായിരുന്നോ? അല്ലെങ്കിൽ ഈ ആശുപത്രിയിൽ മരിക്കാൻ കിടന്നപ്പോഴെങ്കിലും എത്തേണ്ടതായിരുന്നു. വന്നിരുന്നു. ആശുപത്രിയിൽ വന്ന ദേവനെ കണ്ടിട്ടാ അവള് പോയത്. കേട്ടോ, അവള് വന്നിരുന്നു എന്ന് ഞാനും അന്നേരം പറഞ്ഞതല്ലേ, എന്റെ ചെവിയിൽ സംസാരിക്കുകയും ചെയ്തു. അമ്മയല്ലേ അത് വിശ്വസിക്കാഞ്ഞത്? വന്നിരുന്നെങ്കിൽ അവിടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ എന്തുകൊണ്ട് കണ്ടില്ല? അങ്ങനെ അവള് ജീവനോടുണ്ടെങ്കിൽ എന്തുകൊണ്ട് വീട്ടിലേക്ക് വരാത്തത്? ആദ്യം അവൾ ഈ വീട്ടിൽ നിന്ന് എന്തിനാ ഇറങ്ങിപ്പോയെന്ന് പറ. അപ്പ എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളത് ഞാൻ പറയാം. ഞാനിപ്പോ എന്ത് പറഞ്ഞാലും നിങ്ങൾക്കത് സ്വീകരിക്കാൻ പറ്റിയെന്ന് വരില്ല. അത് നിങ്ങളെ വിഷമിപ്പിക്കുകയും ചെയ്യും. പക്ഷേ എന്റെ മോൾ എത്ര വേദനയോടെയായിരിക്കും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇന്ന് തിരികെ നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ മടിക്കുന്നതും അതുകൊണ്ട് തന്നെയാവില്ലേ? എന്തൊക്കെയോ സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സനുവദിച്ചാൽ എന്റെ മോൾ ഈ വീട്ടിലേക്ക് തിരിച്ചു വരാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്ക്. അതല്ലാതെ ദയവ് ചെയ്ത് അവള് മരിച്ചു എന്ന് മാത്രം പറയരുത്. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുക. മോനെ ദേവ, മോന്റെ വിശ്വാസം സത്യമോ? വൈദേഹി ജീവനോടെ ഉണ്ട്. നിന്നെക്കുറിച്ച് അവളുടെ ചിന്ത മുഴുവനും എത്രയും പെട്ടെന്ന് അവിടെ നിന്റെ അടുത്തേക്ക് വരും. ഞാൻ ഇറങ്ങാം മോനെ. അച്ഛാ, ഒരു മിനിറ്റ് ഒന്ന് നിൽക്കേ. എനിക്കൊരു സംശയമുണ്ട്. വൈദേഹി ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞ കാര്യമല്ലാതെ മറ്റൊരു കാര്യം സത്യമായിട്ട് എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ വൈദേഹി എവിടെയുണ്ടെന്ന് പറയാച്ചാ, ഞാൻ അവളെ ചെന്ന് കണ്ടോളാം. അവളെ ഞാൻ വിളിച്ചാൽ വരും. എവിടെയുണ്ടെന്ന് എനിക്കറിയില്ല മോൻ. ഒരു പ്രാവശ്യം ഞാൻ അവളെ കണ്ടിരുന്നു. പക്ഷെ അതും ആരോടും പറയരുതെന്ന് പറഞ്ഞു. എന്റെ മോള് ജീവനോടെ ഇല്ലെന്ന് പറഞ്ഞപ്പോ സഹിക്കാൻ പറ്റാതെ പറഞ്ഞു പോയതാ. നിന്നെ കാണാൻ അവള് വരും മോനെ. മോൻ കുറച്ചുകൂടി ഒന്ന് ക്ഷമിക്കുക. എന്തുകൊണ്ടാണ് അവൾ ഇവിടേക്ക് തിരിച്ചു വരാത്തത്? ഇനി എപ്പോഴാ അവള് വരിക? അതെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ? ചില ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താൻ വേണ്ടി പോയിരിക്കുക. ആ ഉത്തരങ്ങൾ കിട്ടിയാൽ അവളിങ്ങെത്തും. ഇത് മാത്രമേ എനിക്ക് അറിയൂ ഓർമ്മേ. ഞാൻ പോട്ടെ. വൈദേഹിയെ കൊന്നു കളഞ്ഞതല്ലേ, പിന്നെങ്ങനെ ഇയാള് ജീവിച്ചിരിപ്പുണ്ട് കണ്ടു എന്നൊക്കെ പറയുന്നേ? ഇതാദ്യം അമ്മയെ അറിയിക്കണം. അയ്യോ, ഈ അമ്മ എന്തൊന്നും ചെയ്യാത്തെ? ഇതെപ്പോഴും നോട്ട് റീച്ചബിൾ ആണല്ലോ. ഈ അമ്മ ഇപ്പൊ ഇനി എങ്ങനെയൊന്ന് വിളിക്കുക? എന്നെ എന്തിനാ അടിക്കുന്നേ? നിന്നെ കൊന്നുകളയാ വേണ്ടത്. പക്ഷെ നിന്നെ കൊല്ലേണ്ടത് എന്റെ മകള് വൈദേഹിയാ. അതുകൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിടുക. ഈ മാലയ്ക്ക് കോടികള് വിലയുണ്ടെന്നോ? ചെറുപ്പത്തിലേ ഇത് വൈദേഹിക്ക് ഇട്ടുകൊടുത്തതാണെങ്കിൽ എത്ര വലിയ വീട്ടിലെ പെണ്ണായിരിക്കും അവള്.
ഈ മാലയുടെ കാര്യം ഒരിക്കലും വൈദേഹി അറിയരുത്. ആ കിഷോർ ഭയങ്കര സാധന. ലക്ഷം കയ്യിൽ വെച്ചെന്ന് കോടികളുടെ വിലയുള്ളത് അടിച്ചു മാറ്റാൻ നോക്കിയില്ലേ? പോട്ടെ, ആ മാഗി കുഴപ്പക്കാരിയല്ലെന്ന് കരുതിയപ്പോ അവൾ അതിനേക്കാളും പെരുങ്കളി. ഇതിനി എവിടെങ്കിലും സൂക്ഷിച്ചു വെക്കണം. ഇത് വിറ്റ് കിട്ടുന്ന കോടികൾ വെച്ച് വേണം എന്റെ ശ്രേയമോളെ രക്ഷപ്പെടുത്താൻ. എന്താ അമ്മ കാര്യം? കുറച്ചു നേരം ആയല്ലോ അമ്മ തന്നെ ഇരുന്ന് എന്തൊക്കെയോ പറയുന്നു. പിന്നല്ലാണ്ട് എന്ത് ചെയ്യാനടി? എന്റെ വിഷമം ആരെങ്കിലും കേൾക്കാനുണ്ടോ? അതുകൊണ്ടാ എന്നോട് തന്നെ പറയുന്നേ. അങ്ങനെ പദം പെറുക്കാനും മാത്രം എന്ത് വിഷമമുള്ളേ? വിഷമം എന്താണെന്നാ? അതെന്താന്ന് എനക്കറിഞ്ഞൂടെ? സുലേഖേ, എന്നെങ്കിലും നീ നിന്റെ വയറ്റിൽ ജനിച്ചതിനെ സ്വന്തം മോളായിട്ട് നോക്കിയിട്ടുണ്ടാ? ഇല്ലല്ലോ. അവളെന്തായാ നിനക്കെന്ത് കാര്യമല്ലേ? നിനക്ക് നിന്റെ കെട്ടിയവനുമായി എടുത്തു വളർത്തിയതിനോടല്ലേ സ്നേഹം? ഞാനിതിൽ എന്ത് പറയാനാ അമ്മേ? അവൾക്ക് നല്ല ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വല്ലതും ഉണ്ടാകുമായിരുന്നോ? എന്ത് നടിയാവക്ക് എന്താ കുഴപ്പം? കുട്ടികളാകുമ്പോ തെറ്റ് ചെയ്തെന്നിരിക്കും. മെല്ലെ പറഞ്ഞു കൊടുത്ത് വഴിക്ക് കൊണ്ടുവരല്ലേ വേണ്ടേ? വീട്ടിൽ നിന്ന് അടിച്ചോടിക്കാന്നൊക്കെ വെച്ചാ അതും ഒരു പെൺകുഞ്ഞിനെ വഴിയാതരാക്കിയിട്ട് കൂസലില്ലാ നിൽക്കുന്നു. രാമേട്ടാ, എന്താ അവിടെ ഉണ്ടായേ? വൈദ്യയെ കുറിച്ച് എന്തേലും വിവരം കിട്ടിയോ? അതിനെ കുറിച്ച് എന്തേലും പറഞ്ഞോ? നന്നാവില്ലടി, നിങ്ങൾ നന്നാവില്ല. പെറ്റു വളർത്തിയതിനെ കുറിച്ച് യാതൊരു ചിന്തയില്ല. കുറെ കാലായി ഞാൻ പറയുന്നില്ലേ, രണ്ടെണ്ണത്തിന്റെ ചെവിയിലോട്ട് കേറുന്നുണ്ടോ? ആ അനാഥ കഴുതിയെ കുറിച്ച് മാത്രമാണ് ചിന്ത. എടാ രാമാ, എന്റെ ശ്രേയമോളെ ഒരു ഗതിയും പരഗതിയും ഇല്ലാണ്ടാക്കി ആ പിശാശിന് എങ്ങനെയാണോ നല്ലത് നടക്കാൻ പോന്നേ? അവളെ ഈ ജന്മം നീ നിന്റെ കണ്ടുകൊണ്ട് കാണാൻ പോകുന്നില്ല. എവിടെങ്കിലും പിച്ച തണ്ടി ജീവിക്കേ ഗതി ഉണ്ടാവും. അമ്മേ, അമ്മയുടെ ഇഷ്ടത്തിന് എന്തും കരുതിക്കോ. പക്ഷേ ആരെ എപ്പോ എവിടെ കൊണ്ട് നിർത്തണമെന്ന് ദൈവത്തിനറിയാം. ആ വഴി ഏതാണെന്നുള്ളത് അവൻ തന്നെ കൃത്യസമയത്ത് കാണിക്കും.